പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റോസ് മിൽക്ക് കൊണ്ട് സോപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് റോസ് മിൽക്കിൻ്റെ സോപ്പല്ലേ, അപ്പോൾ റോസ് പെറ്റൽസ് കുറച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. ഈ തണലത്ത് വെച്ച് ഉണക്കിയതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പനിനീർ റോസയാണ്. അപ്പോൾ ഇത് ആവശ്യത്തിനില്ല. അപ്പോൾ ജാറിലത് പൊടിക്കാൻ പറ്റുമോ അറിയില്ല. നല്ലവണ്ണം പൊടിഞ്ഞു വരികയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാമെന്ന് കരുതി. പിന്നെ എപ്പോഴും എടുക്കുന്നത് പോലെ വെജിറ്റബിൾ ഗ്ലിസറിൻ, ഒലിവ് ഓയിൽ, ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ, പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സോപ്പ് ബേസ് മെഷർ ചെയ്തെടുക്കുകയാണ്. എനിക്ക് 50 ഗ്രാമിൻ്റെ സോപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവശ്യപ്പെട്ടിട്ടാണ്. അവൾ എന്നെ ഒന്ന് സഹായിക്കാമെന്ന് കരുതിയിട്ടേ സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ സോപ്പ് ഉണ്ടാക്കിയിട്ടേ സ്റ്റാറ്റസ് വെച്ചാലും ഒരുപാട് പേര് കാണും. അപ്പോൾ ആദ്യമൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും അവർക്ക് തോന്നും ഇത് കൊള്ളാലോ, ഒന്ന് വാങ്ങി നോക്കാമെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ മടി കൂടാതെ സ്റ്റാറ്റസൊക്കെ വെക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് നമുക്ക് ഒരുപാട് സോപ്പ് ഉണ്ടാക്കി വെക്കാം, അപ്പോൾ കാണുന്നവർ എടുത്തോളൂ എന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മൾ റോസ് മിൽക്കിൻ്റെ സോപ്പും കോഫി സോപ്പൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയേ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ കോഫി സോപ്പ് കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞ് കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇതൊക്കെ കുറേ ഉണ്ടാക്കി അവളെ ഏൽപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതിൽ എക്സ്ട്രാ ജ്യൂസൊന്നും ചേർക്കുന്നില്ല. പിന്നെ ജ്യൂസൊക്കെ ചേർക്കുമ്പോൾ സോപ്പ് ബേസിൻ്റെ 10% നമ്മൾ ജ്യൂസ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തെടുക്കണം. പിന്നെ ഞാനിപ്പോൾ മെഷർ ചെയ്തെടുക്കാൻ കാരണം ഇപ്പോൾ 50 ഗ്രാമിൻ്റെ സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൂടുതലും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 50 ഗ്രാമിൻ്റെ സോപ്പ് മോൾഡിന് എത്ര ബേസ് വേണ്ടി വരുമെന്ന് അറിയാനാണ് ഞാൻ മെഷർ ചെയ്തത്. 461 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 100 ഗ്രാം എടുക്കുമ്പോൾ 50 ഗ്രാമിന് 2 സോപ്പ് കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ 50 ഗ്രാമിൻ്റെ സോപ്പ് മോൾഡും പിന്നെ ഒരു 65 ഗ്രാമിൻ്റെ സോപ്പ് മോൾഡുമാണ് ഉള്ളത്. അപ്പോൾ അതിൽ രണ്ടിലും കൂടെയാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ റോസ് മിൽക്കിൻ്റെ എല്ലാ സോപ്പ് ബേസും ഞാൻ എടുത്തു. ഇതിൽ ഞാൻ റോസ് മിൽക്ക് മാത്രം വെച്ചുള്ള സോപ്പും അതുപോലെ മുമ്പുണ്ടാക്കിയതുപോലെ റോസ് മിൽക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടേ ഗ്ലിസറിൻ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചും സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇതിൽ നിന്ന് ഞാൻ ഒരു കുഞ്ഞു കഷ്ണം മാറ്റി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് നമുക്കിങ്ങനെ ആ മോൾഡിലോട്ട് ഇടാനേ. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി എളുപ്പമാണ്. നമുക്കിത് മെൽറ്റ് ചെയ്തതിന് ശേഷം ഗ്ലിസറിനും ഒലിവ് ഓയിലും വൈറ്റമിൻ ഇ ഓയിലും ചേർത്ത് മോൾഡിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാനൊരു കുഞ്ഞു പീസ് പ്രത്യേകം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് വേറൊരു സോപ്പ് ഉണ്ടാക്കാനാണ്. അതുപോലെ ആ റോസ് പെറ്റൽസൊക്കെ ഒന്ന് പൊടിക്കാൻ നോക്കിയെങ്കിലും നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടിയില്ല. പെറ്റൽസ് കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് ഇത് ചേർത്തില്ല. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ 1 മണിയായി. രാത്രി 1 മണിക്കാണ്. വീഡിയോ ഒക്കെ പകലെടുത്തു. അത് കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങും പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇന്നിത് എഡിറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ ഈ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. ഒരു പാത്രത്തിൽ വെള്ളം ചൂടായി വരുമ്പോൾ ഇത് സോപ്പ് ബേസ് അതിലേക്ക് ഇറക്കി വയ്ക്കുക. ആ പാത്രത്തിലെ വെള്ളം ഈ ബേസിലോട്ട് തെറിച്ച് വീഴാതെ ശ്രദ്ധിക്കണം. അപ്പോൾ സോപ്പ് ബേസ് മെൽറ്റായപ്പോൾ ഞാൻ 1 സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചു. പിന്നെ 4 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ എക്സ്ട്രാ ജ്യൂസൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ സോപ്പ് നല്ല കട്ടിയായിരിക്കും. ഞാൻ കഴിഞ്ഞവണ്ണം ഉണ്ടാക്കിയില്ലേ റോസ് മിൽക്ക് ഗ്ലിസറിൻ സോപ്പ്, അതിൽ നമ്മൾ ജ്യൂസൊന്നും ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിരുന്നു ആ സോപ്പ്. ഇനി ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്തു. ഒലിവ് ഓയിലും വെജിറ്റബിൾ ഗ്ലിസറിനും അതുപോലെ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ചേരുമ്പോൾ സോപ്പ് നല്ലൊരു റിസൾട്ടായിരിക്കും തരുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിക്കുകയാണ്. കുറച്ച് മതി. ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർക്കേണ്ടത്. ഞാൻ ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ചേർത്തത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് ആ സോപ്പ് ബേസിൽ നിന്ന് ആ മണമൊക്കെ അങ്ങ് പോകും. അപ്പോൾ ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്തു. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കണം. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണേ. ഫ്രാഗ്രൻസ് ഓയിലൊക്കെ എല്ലായിടത്തും ഒന്നും ആവണം. പിന്നെ ഈ റോസ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് പെട്ടെന്ന് കട്ടിയാവും. നമുക്ക് കുറച്ച് നേരമൊക്കെ വെച്ച് ഒന്ന് ഒഴിക്കാൻ പറ്റില്ല. പാത്രത്തിൻ്റെ സൈഡിലും സ്പൂണിലൊക്കെ ഒന്ന് പിടിക്കും. അപ്പോൾ ഞാനിത് സ്പൂൺ കൊണ്ട് ഒഴിക്കാൻ കാരണം 50 ഗ്രാമിൻ്റെ സോപ്പ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഇത് 50 ഗ്രാമിൻ്റെ മോൾഡിനൊപ്പം ഒരു 65 ഗ്രാമിൻ്റെ മോൾഡ് കൂടിയുണ്ട്. അപ്പോൾ ഈ 50 ഗ്രാമിന് എത്ര സ്പൂൺ വേണ്ടി വരുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിക്കുന്നത്. അപ്പോൾ ആ അളവ് കണക്കാക്കിയാണ് ബാക്കിയുള്ള മോൾഡിലേക്ക് ഒഴിച്ചത്. അപ്പോൾ എന്നാലും നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ
കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പിന്നെ ഈ പതയൊക്കെ ഒന്ന് മാറ്റാൻ നോക്കിയെങ്കിലും ഇത് പെട്ടെന്നൊന്ന് സെറ്റാവാൻ തുടങ്ങിയതുകൊണ്ട് ഇത്തിരി പാടായിരുന്നു. സോപ്പൊന്ന് സെറ്റാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ മാറ്റിയുള്ളൂ. പിന്നെ കുഴപ്പമില്ലയെന്ന് കരുതി, കാരണം നമ്മളിത് മാറ്റിക്കഴിഞ്ഞാൽ ഇനി സോപ്പിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറും. പിന്നെ അതുപോലെ ഞാൻ ഈ മോൾഡ് ട്രെയിലൊന്നും വെച്ചിട്ടില്ല, കാരണം മക്കളൊന്നുമില്ല, മോൻ സ്കൂളിൽ പോയി. ഇനി ഞാൻ എന്തായാലും മോൻ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുന്നേ ഈ സോപ്പൊക്കെ ഇളക്കിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടേബിളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ട്രെയിലൊന്നും വെക്കാത്തത്. നമ്മളെവിടെയെങ്കിലും മാറ്റി വയ്ക്കുമ്പോഴാണ് ഈ ട്രെയിൽ വെച്ചാൽ എളുപ്പമായിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഈ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇതിലോട്ട് നിരത്തിയേ. ഇനി നമുക്ക് ഗ്ലിസറിൻ സോപ്പ് ബേസാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഞാനിപ്പോൾ ആ ചെറിയ കഷ്ണങ്ങളൊക്കെ നിരത്തിയില്ലേ, അത്രയും സോപ്പ് ഉണ്ടാക്കാനുള്ള ാണ് വേണ്ടത്. ഇപ്പോൾ ഒരു 4 നമുക്ക് ഒരു 200 ഗ്രാമൊക്കെ മതി. ഞാനിതെടുത്തപ്പോൾ 304 ഗ്രാം ഉണ്ടായിരുന്നു. ബാക്കി വരുന്നത് ആ ചോക്ലേറ്റ് മോൾഡിലോട്ടുകൂടി ഒഴിക്കാമെന്ന് കരുതി. ആ ചോക്ലേറ്റ് മോൾഡിലെ സോപ്പ് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനത് 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ വലിയ സോപ്പ് വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് അത് വാങ്ങാമല്ലോ. അപ്പോൾ ഞാൻ ഇതിലും കുറച്ച് ഒലിവ് ഓയിലും പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിനും ഒഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ വീഡിയോ ഓഫാക്കി വെച്ചിട്ടായിരിക്കും പിന്നെ ഓണാക്കുന്നത്. അപ്പോൾ അത് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചത് വിട്ടുപോയി. പിന്നെ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചു. ഇനി പിന്നെ ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലും. അപ്പോൾ ഇതിനൊക്കെ നല്ല മണമാണ് ഈ സോപ്പിനെ, ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുമ്പോൾ. ഇനി നമുക്കത് മോൾഡിലോട്ട് ഒഴിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു. അപ്പോൾ എല്ലാം ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാനിതൊരു രാവിലെ 11:30ക്കാണ് ചെയ്തത്. പിന്നെ ഞാൻ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു 2:30 മണിയായപ്പോഴാണ് ഈ സോപ്പൊക്കെ എടുത്തത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നു. നല്ല ഈ ഗ്ലിസറിൻ സോപ്പിനകത്ത് ഈ കഷ്ണങ്ങൾ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ എല്ലാ സോപ്പും ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതാണ് കോഫി സോപ്പ്. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കോഫി സോപ്പും ഇതെല്ലാം കൂടിയാണ് ഞാൻ അവിടെ ഏൽപ്പിക്കാൻ പോകുന്നത്. ഇനി ഞാനത് പാക്ക് ചെയ്യണേ. കവർ ചെയ്ത് വെക്കുമ്പോൾ പിന്നെ നമുക്ക് സമയത്തിന് വരുമ്പോൾ അങ്ങ് കൊടുക്കാമല്ലോ. അങ്ങനെ ഞാൻ സോപ്പൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചു. പിന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഒന്ന് സ്റ്റാറ്റസൊക്കെ ഇട്ടു. ഈ നല്ല കളർഫുള്ളായിട്ടുള്ള സ്വീറ്റ്സ് പോലുള്ള സോപ്പ് കാണുമ്പോഴേ ചിലപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് തോന്നിയാലോ. അപ്പോൾ പിങ്ക് കളറും ആ വൈറ്റ് കളറെല്ലാം ചേർന്ന് നല്ലൊരു ലുക്കാണ് കാണാൻ. അപ്പോൾ ഓരോ സോപ്പും ഇങ്ങനെ പാക്ക് ചെയ്തിട്ടേ ബാക്കിലൊരു സ്ലിപ്പിൽ സോപ്പിൻ്റെ പേരും എത്ര ഗ്രാമുണ്ട് അതുപോലെ റേറ്റും കൂടി എഴുതിയാണ് ഞാൻ അവളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തു.
അപ്പോൾ ഞാനിതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മറിച്ചും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടാണ് ഫോട്ടോ എടുത്തത്. ആ ചെറിയ സോപ്പ് ഞാൻ കവർ ചെയ്തെടുത്ത്. ഇനിയും ഒരുപാട് നല്ല സോപ്പ് ഉണ്ടാക്കണമെന്നൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.